എല്ലാ വർഷവും ഞാൻ എൻ്റെ ബർത്ത്ഡേക്ക് പൂച്ചട്ടിയാണ് സ്കൂളിൽ കൊടുക്കാറ്. പതിവ് പോലെ തന്നെ ഞാനും എൻ്റെ അമ്മയും കൂടി പോയി പൂച്ചട്ടിയൊക്കെ മേടിച്ചു. അതുപോലെ എൻ്റെ സ്കൂളിൽ ഇപ്പം മുട്ടായൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം എൻ്റെ സ്കൂളിലേക്ക് എൻ്റെ ഫ്രണ്ട്സിന് കൊടുക്കുന്ന സാധനങ്ങളാണിത്. പെൺകുട്ടികൾക്ക് കുറച്ച് റിബൺസും ആൺകുട്ടികൾക്ക് ഇറേസേഴ്സുമാണ് ഞാൻ കൊടുക്കുന്നത്. നല്ല റീസേഴ്സാണത്. നല്ല രസമുള്ള റിബൺസും അവർ കൈമിലൊക്കെ ഇട്ടുകൊണ്ട് നടക്കണ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ എനിക്ക് കൊതിയായിപ്പോയി. അവർ കൈമിലിട്ട് നമുക്കിഷ്ടമായി. ഞാൻ തന്ന സാധനം അവർ കൈമിലിട്ടപ്പം പിന്നെ ഞാൻ ഓട്ടോമാമനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഡാൻസൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുക. ഓട്ടോമാമനും ഞാൻ പതിവ് പോലെ തന്നെ എല്ലാ വർഷവും ഈ പൂച്ചട്ടി തന്നെയാണ് കൊടുക്കാറ്. അപ്പം ഞാൻ ഓട്ടോമാമനൊക്കെ വന്നു. ഞങ്ങൾ പോവാണ് ഓട്ടോനെടുത്ത്. നല്ല മഴയായിരുന്നു ആ സമയത്ത്. അപ്പം കൊടിയൊക്കെ നൂർത്തിങ്ങനെ പോണ വഴിയാണ്. എന്നിട്ട് ഞാൻ അവിടെയൊക്കെ ചളി ആയതുകൊണ്ട് തന്നെ പുതിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ സൈഡിൽ കൂടിയാണ് ഞാൻ പോയത്. അപ്പോഴാണ് അമ്മൻ്റെ കയ്യിൽ നിന്ന് പൂച്ചട്ടി മേടിച്ച് കൊണ്ടുപോയി കൊടുത്തത്. അപ്പം ഓട്ടോമാമന് വലിയ സന്തോഷമായി. ഞാൻ ഈ പ്രാവശ്യം കൊടുത്തു മഞ്ഞ കളർ പൂവല്ലായിരുന്നു, ഒരു പിങ്ക് കളർ, ഒരു എന്താ പറയുക, ഒരു ലൈറ്റ് ഷെയ്ഡായിരുന്നു. പിന്നെ വണ്ടിയൊക്കെ എടുത്ത് പോവാൻ നേരെ ഞങ്ങൾ ടാറ്റയൊക്കെ കൊടുത്ത് കുട്ടികൾക്ക് മിഠായിയൊക്കെ കൊടുക്കണം. ഓട്ടാത്ത കുട്ടികൾക്ക് മാത്രമേ മിഠായി കൊടുക്കാൻ സമ്മതിക്കത്തുള്ളൂ. ഇതാണ് കേട്ടോ എൻ്റെ സ്കൂള്. അപ്പം എൻ്റെ മമ്മ പ്രിൻസിപ്പളിൻ്റെ കൈമിലേക്ക് സ്കൂളിൽ കൊടുക്കാനുള്ള പൂച്ചട്ടി മേടിക്കാൻ കൊടുക്കാൻ വന്നതാണ്. അപ്പം പ്രിൻസിപ്പൾ, അതാണ് ഞങ്ങളെ പ്രിൻസിപ്പൾ. അപ്പം പ്രിൻസിപ്പൽ മാം പേര് പാവന മാം എന്നാണ്. അപ്പം ഇതാണ് എൻ്റെ സ്കൂള്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ? വായിച്ചു നോക്കുക കേട്ടോ. ഇപ്പം ഞാൻ 8th ക്ലാസ്സിലാണ്. എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനാണിത് ഇറങ്ങി വരുന്നുണ്ടില്ല. അപ്പം പൂച്ചട്ടിയൊക്കെ കൊടുത്ത്, അപ്പോൾ ആ ഫോട്ടോ ആണ് പൂച്ചട്ടി കൊടുത്തത്. ഞാൻ എൻ്റെ സ്കൂളിലേക്ക് ഒരു ബുക്കൊക്കെ കൊടുത്തു. ഇതാണ് എൻ്റെ ക്ലാസ് ടീച്ചർ. അപ്പം ഇത് തന്നത് എനിക്ക് ശിവാനി ചേച്ചിയാണ്. താങ്ക് യു ശിവാനി ചേച്ചി. അങ്ങനെ ഇന്നത്തെ ബർത്ത്ഡേ ഞാൻ നന്നായി ആഘോഷിച്ചു. ബൈ ബൈ. താങ്ക് യു സോ മച്ച്.